നമുക്ക് രശ്മിയെ വിളിക്കാം. രശ്മി, ആദ്യമേ ഞങ്ങൾ എന്താണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ 2 സെപ്പറേറ്റ് മാറ്റി വയ്ക്കാം അല്ലേ? ഓക്കെ. എന്ത് പുഡിങ്ങാണിത്? സ്ട്രോബെറി ഡിലൈറ്റ്. നല്ലൊരു ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. സ്ട്രോബെറിയെ കട്ട് ചെയ്തൊരു ഫ്ലവർ ആക്കി. ഗുഡ് പ്രസന്റേഷൻ. സ്ട്രോബെറിയാണ് മുകളിൽ സോസ് അല്ലേ? പിന്നെ താഴോട്ട് എങ്ങനെയാണ്? ഏറ്റവും താഴത്തെ ലെയർ ഓറിയോയാണ്. പിന്നെ അതൊരു ചോക്ലേറ്റ് ഫ്ലേവർ. പിന്നെ അതിൻ്റെ അടുത്തതിന് സ്ട്രോബെറി ക്രീം ചീസ് ഉണ്ട്. ക്രീം ചീസ് വിത്ത് സ്ട്രോബെറി ഫ്ലേവേർഡ്. വിപ്പിംഗ് ക്രീമും ഉണ്ട്. ഓക്കെ. സ്ട്രോബെറി പൾപ്പ് യൂസ് ചെയ്തു. ഫ്രഷ് സ്ട്രോബെറി ക്രഷ് ചെയ്ത് അത് ഏതിൽ ചേർത്തു? ആ ക്രീം ചീസിൻ്റെ. ഓക്കെ. അങ്ങനെയാണ് സ്ട്രോബെറി ക്രീം ഉണ്ടാക്കിയത്. അപ്പം എന്തായാലും ഇതൊന്ന് കാണാം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് ഈ സ്ട്രോബെറി ഡിലൈറ്റ് രശ്മി തയ്യാറാക്കിയെന്ന് കണ്ടത്? ഹായ്, ഇന്ന് ഞങ്ങളുടെ പുഡിംഗ് റൗണ്ട്. അപ്പോൾ പുഡിങ്ങിന് പലതരം പുഡിങ്ങുകളാണ് ഓരോരുത്തരും തയ്യാറാക്കുന്നത്. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്ട്രോബെറി ഡിലൈറ്റാണ്. സ്ട്രോബെറി പുഡിങ്ങാണിത്. അതിനുവേണ്ടി ആദ്യമായിട്ട് നമുക്ക് കുറച്ച് സ്ട്രോബെറികൾ ഒന്ന് നന്നായി ഉടച്ചെടുക്കാം. കൈ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നന്നായി ഉടച്ചെടുക്കുന്നതാണ് നല്ലത്. കുറച്ചിങ്ങനെ ക്രംബ്ലി ആയിട്ടിരിക്കണം. നമ്മൾ കടിക്കുമ്പോൾ കിട്ടുന്ന കുറച്ചൊന്ന് കടിക്കാൻ കിട്ടണം. ഇതിൻ്റെ ഇലയൊക്കെ മാറ്റിയിട്ട് വേണം അത് നന്നായി ഉടച്ചെടുക്കാൻ. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലൊന്ന് വെക്കാൻ, തണുപ്പിക്കാൻ. കുറച്ച് ഷുഗർ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് തണുപ്പിക്കാനായിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇനി നമുക്ക് ആദ്യം ഒരു ബിസ്ക്കറ്റ് ലെയർ വെക്കുന്നുണ്ട് ഞാൻ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓറിയോ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കുറച്ച് ഓറിയോ ബിസ്ക്കറ്റുകൾ പൊടിച്ചെടുക്കാം. ഇത് ഞാനൊന്ന് മിക്സിയിലിട്ട് പൊടിക്കാൻ പോവാണേ, പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. കൈ കൊണ്ട് പൊടിച്ചെടുത്താലും മതി. ബിസ്ക്കറ്റ് കൂട്ടിലേക്ക് 2 ടേബിൾ സ്പൂൺ വെണ്ണയും കൂടെ ചൂടാക്കി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഏത് ഡിഷിലാണോ നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത് അതിൽ ആ ഫസ്റ്റ് ലെയറായിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടർ നമുക്കൊന്ന് മെൽറ്റ് ചെയ്യണം ആദ്യം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ മെയിൻ പുഡിംഗ് ബേസ് ഇത് ഉണ്ടാക്കാനുള്ള ക്രീം ഉണ്ടാക്കാനുള്ളത് 1/2 ടിൻ മിൽക്ക് മെയ്ഡും 2 മുട്ടയും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ 2 മുട്ടയുടെ ഉണ്ണിയും വെള്ളയും നമ്മൾ വേർതിരിച്ചെടുക്കണം.
ബട്ടറിലേക്ക് ഈ ബട്ടർ ഇടുക, 2 ടേബിൾ സ്പൂൺ. ഇനി അത് മെൽറ്റ് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ ഇതിലേക്ക് മിൽക്ക് മെയ്ഡിലേക്ക് 2 മുട്ടയുടെ ഉണ്ണി ചേർത്തൊന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇത് സിമ്മായിട്ടൊന്ന് ചെറിയ ചൂടിൽ വേണം വേവിക്കാൻ. ചെറിയ ചൂടിലിട്ട് ഇത് നന്നായി ഒന്ന് കുറുക്കണം. ഈ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ബട്ടർ നമുക്ക് ഓറിയോയിലേക്ക് മാറ്റിയിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ചും കൂടെ ബട്ടർ ചേർക്കാം അതിലോട്ട്. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കാം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ്. ഇത് 1/4 കപ്പാണ്. അപ്പോൾ കപ്പ് ക്രീമും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇനി മിക്സിയിലൊന്ന് നമുക്കിത് അടിച്ചെടുക്കണം. ഇനി മിക്സിയിൽ ഈ കൂട്ടൊന്ന് അടിക്കണം. ബിസ്ക്കറ്റിൻ്റെ കൂട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ബട്ടറുമായി മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ സെറ്റ് ചെയ്യാനുള്ള ബൗളിലേക്ക് മാറ്റാം. ഇനി ഞാൻ 2 ഇതിലായിട്ടാണ് വെക്കുന്നത്. ഒന്ന് ഗ്ലാസ്സിലും ഞാൻ സെറ്റ് ചെയ്യുന്നുണ്ട്, ബൗളിലും സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ്സിൽ ആദ്യം നമുക്ക് ഇതിൽ കുറച്ച് ഇട്ട് അമർത്തി കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിൽ വെക്കാൻ പോവാണ്. രശ്മി, എന്താണ് പുഡിംഗ്? സ്ട്രോബെറി ഡിലൈറ്റ്. സ്ട്രോബെറി ബേസ് ഉണ്ടോ? ബേസ് ഉണ്ട്, ബിസ്ക്കറ്റ് ഓറിയോ ബേസാണ്. ഇതെന്താണ് സംഭവിക്കുന്നത്? ഇത് അത് ഓണായിരുന്നു തോന്നുന്നു. അടിച്ചെടുക്കണം, ഒന്ന് മിക്സിയിൽ അടിക്കണം. എന്താണ് സംഗതി? എന്തൊക്കെയുണ്ട്? മുട്ട, മിൽക്ക് മെയ്ഡ്, കുറച്ച് ഫ്രഷ് ക്രീം. ഇത് മിക്സിയിലൊന്ന് അടിച്ച് തീ ഓഫ് ചെയ്തോ? സ്ട്രോബെറി, എന്നിട്ട് സ്ട്രോബെറി ജെലാറ്റിൻ ചേർക്കുന്നുണ്ട്. ജെലറ്റിൻ ഇപ്പോൾ ഒരു 3 ബൗളിലായിട്ട് വെച്ചിട്ടുണ്ട്. അത് മുകളിൽ ഗ്ലേസിന് വേണ്ടിയിട്ടും കുറച്ചധികമായി മാറ്റി വെച്ചു. ഇനി അതൊന്ന് സെറ്റിംഗ് ടൈം കൂടുതൽ എടുക്കും ഇല്ലല്ലോ അല്ലേ? അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നുണ്ടല്ലോ അല്ലേ? അത് കുറച്ചുകൂടി ഈസി ആയിട്ട് സെറ്റ് ആവുമല്ലോ സ്മോൾ ക്വാണ്ടിറ്റി വെക്കുമ്പോൾ. പക്ഷെ അത് ഫ്രീസറിൽ കൊള്ളുന്നില്ല. അയ്യോ, ഹൈറ്റ്. ഇതിലേക്ക് ഞാൻ അല്പം ക്രീം ചീസ് കൂടെ ചേർക്കുന്നുണ്ട്. ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് ജെലാറ്റിൻ ആവശ്യമുണ്ട്. 3 ടേബിൾ സ്പൂൺ ജെലാറ്റിനോളം എടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് ഡബിൾ ബോയിലർ സിസ്റ്റത്തിലാണ് നമ്മൾ മെൽറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെള്ളം തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് ജെലാറ്റിൻ ചേർക്കണമല്ലോ നമുക്ക്. അപ്പോൾ അതിനായിട്ട് ജെലാറ്റിൻ ഡബിൾ ബോയിലർ സിസ്റ്റത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ്. ജെലറ്റിൻ
മെൽട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കണം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടെ അടിച്ചെടുക്കാം. നമുക്ക് ആദ്യം കുറച്ച് മുട്ടയുടെ എഗ് വൈറ്റ് അടിച്ചെടുക്കാം. മെറേങ് പോലെ നന്നായി അടിച്ചെടുക്കണം. നമുക്കൊരു 1 കപ്പോളം വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കണം. ഈ വിപ്പിംഗ് ക്രീമാണത്. ഇത് നന്നായി പതപ്പിച്ചെടുക്കണം. ഇനി വിപ്പിംഗ് ക്രീം അടിച്ചതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കിയ മിശ്രിതം കൂടെ ചേർത്ത് നന്നായി ഫോൾഡ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ഈ സ്ട്രോബെറി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുട്ടവെള്ളം ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. അധികം മിക്സ് ചെയ്യരുത്. ഇനി ഒരു ഗ്ലേസിന് വേണ്ടിയിട്ടാണ്. ഇത് പ്രിസർവ്ഡ് സ്ട്രോബെറിയാണ്. അത് കുറച്ച് വെള്ളവും കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ജെലറ്റിൻ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. കുറച്ച് ജെലറ്റിനും കൂടെ ആഡ് ചെയ്യാം. ഒരു അര നാരങ്ങയുടെ ജ്യൂസും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റാം സെർവിങ് ഡിഷിലോട്ട്. ആദ്യം ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഗ്ലേസും കൂടെ വരാനുണ്ട്. അത് പക്ഷെ ജസ്റ്റ് ഒന്ന് സെറ്റായതിന് ശേഷം നമുക്കിടാം. ഇനി ഇത് ഫ്രീസറിലൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇത് ഗ്ലേസിനുള്ളതാണ്. ഇതും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് കുറച്ച് ജെലറ്റിൻ കൂടെ ചേർത്ത് നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് സെറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ജെലറ്റിൻ ഒരുക്കിയത് കൂടെ ആഡ് ചെയ്യാം.
അപ്പോൾ സെറ്റായി കിട്ടും അത്. ഇതിലേക്ക് ജെലറ്റിൻ മെൽറ്റ് ചെയ്തും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് തണുപ്പിച്ചിട്ട് ഇതിൻ്റെ ക്രീമിൻ്റെ മുകളിൽ ഒഴിച്ച് സെറ്റ് ചെയ്യാം. ഇത് നമുക്ക് ഗാർണിഷിങ്ങിനുള്ളതാണ്. നമ്മുടെ ഇഷ്ടാനുസരണം ഗാർണിഷ് ചെയ്യാം. ഇനി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഫ്രീസറിലോട്ട് സെറ്റ് ചെയ്യാൻ വെക്കാൻ പോവാണ്. സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഗാർണിഷിങ് ചെയ്യാം. പുഡിംഗായി ഞാനിവിടെ തയ്യാറാക്കിയ സ്ട്രോബെറി ഡിലൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജഡ്ജസിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാം അവരുടെ അഭിപ്രായങ്ങൾ. കണ്ടു നോക്കി. ഓക്കെ ഓക്കെ, ഞങ്ങൾ ഇതൊന്നും എടുക്കാം അല്ലേ? ഏതെങ്കിലും പോർഷൻ എടുക്കുന്നുണ്ടോ? സെന്റർ അങ്ങനെ തോന്നില്ല. എല്ലാം അത് താഴത്തത് ബേസ് സെറ്റായിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട് അല്ലേ? എല്ലാം കിട്ടുന്ന രീതിയിൽ എടുക്കാം. നന്നായിട്ടുണ്ട്. ആ ബിസ്ക്കറ്റിൻ്റെ ഒരു ക്രഞ്ചിനെസ് ഉണ്ട്, പ്ലസ് ക്രീം ചീസിൻ്റെ ഇതും കൂടെ വന്നതുകൊണ്ട് അതും ആ സ്ട്രോബെറി ആവശ്യമില്ലാതെ ഓവറായിട്ട് ആ സാർ ടേസ്റ്റ് ഒന്നും വന്നിട്ടില്ല. കറക്റ്റ് എക്സാക്റ്റ് എത്ര വേണോ അത്രയും മാത്രം. അതെ. വെരി നൈസ്. സെക്കൻഡ് ഹെൽപ്പിംഗ് പോവാണെങ്കിൽ അതിനർത്ഥം ഡിസേർവിംഗ് ആണ്. ഞാൻ പിന്നെ മാറ്റി വെച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ രണ്ടെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്.